സൂര്യ വീടില് അടി കിടില മേക്കിങ്. സൂര്യ സെറ്റായിട്ടുണ്ട്. കൂടുതലും മോഹൻലാൽ കമ്പാക്ക് ചെയ്തതുപോലെ ഇത് സൂര്യ സെറ്റായിട്ടുണ്ട്. എങ്ങനെ രണ്ടും നൈസാ. തിരക്കഥ അവിടെ ഇവിടെയൊക്കെ ചെറിയ ലാഗ് ഉണ്ട്. പക്ഷെ ഓവറോൾ മേക്കിംഗ്, കാർത്തികിൻ്റെ മേക്കിംഗ്, ഫൈറ്റൊക്കെ പേടയായിട്ട് എടുത്തിട്ടുണ്ട്. സെറ്റ് ഫൈറ്റ് ഓവറോൾ എൻ്റർടൈനിങ് ആണ്. അവിടെ ഇവിടെയൊക്കെയാണ് ചെറിയ ലാഗ് അടിക്കുന്നത്. നല്ല ഓവറോൾ എൻ്റർടൈനിങ് മാസം. ഫയർ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പകുതിക്ക് വെച്ച് ഞാൻ വിചാരിച്ചു ഷൂട്ട് നിർത്തണോ വേണ്ടേ, ഞാൻ നല്ലൊരു ആലോചിച്ചു. പിന്നെ ഞാൻ ഡിസിഷൻ എടുത്തു, എന്തായാലും ഇവിടം വരെ വന്നു, ഇപ്പം അത് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഈ സിനിമ ഫുൾ കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും സിനിമ പോയി കാണുക, നല്ല റിവ്യൂസൊക്കെ അറിയിക്കുക. ചേട്ടാ അപ്പം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു ഓഡിയൻസിനോടെ കണ്ടപ്പോൾ? അടിപൊളി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ടീം അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. ഇതെല്ലാവരും ഈ പടത്തിലുണ്ട്. എല്ലാവരും പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. സൂര്യ സാറിനോട് നല്ലൊരു സ്ക്രീൻ സ്പേസും നല്ലൊരു സ്പേസുള്ള ക്യാരക്ടറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ഹാപ്പിയാണ് ഇപ്പോൾ കണ്ടപ്പോൾ? അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മുത്തേ. ഞാൻ പറയണ പോലെ എല്ലാം ഒരു കനവും മാതിരി മച്ചാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് അറിയാലോ. കാർത്തിക് സുരാജ് സാറിൻ്റെ മൂവി, ആൾ ഡയറക്റ്റ് ചെയ്യുന്ന പടം, നമ്മുടെ നടിപ്പിൻ നായകൻ, എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട സൂര്യ സാറ് നായകനാകണ പടം. അതിൽ ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എനിക്ക് മാത്രമല്ല, എൻ്റെ ടീമിനും എല്ലാവർക്കും വളരെയധികം സന്തോഷം. അല്ലേ? പറയോട്ടെ. എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. സത്യം പറയാല്ല, നമ്മൾ പടം കണ്ടിട്ട് പോകാന്നുള്ള മൂഡിൽ വന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ടാവും പച്ചയും കളറും മഞ്ഞയൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ഈ ലുങ്കിൻ്റെ ഒരു പെർഫോമൻസ് ചെയ്യുന്നത്. ആ കാരണത്തിലാണ് സൂര്യ സാർ ഞങ്ങൾ വിളിക്കുന്നത്. അതെ അതെ അതെ, അത് പറയാം. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. മെയിൻ ഈ കോസ്റ്റ്യൂമിൽ വരാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ ഒരു ഫസ്റ്റ് ഒരു ജാക്സൺ വീഡിയോ വൈറലായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് സൂര്യ സാറ് ആ വീഡിയോ കണ്ട് അതിന് ശേഷമാണ് നമ്മളുടെ ടീമിന് പിന്നെ എനിക്ക് ഈ ഒരു പടത്തിലൊരു ചെറിയ വേഷവും കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വേഷം ഇതിട്ടിട്ട് വരാമെന്ന് ചോദിച്ചു എല്ലാവരും. ഈ പടം കണ്ടിപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായില്ല. ഇപ്പം ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഐ ഹാപ്പി ഹാപ്പി. പിന്നെ ആദ്യം ആരായിരിക്കും വിളിക്കാൻ? സൂര്യ സാറിനായിരിക്കും കടച്ചുതരാനായിരിക്കും വിളിക്കാനാ? അയ്യോ, വിളിക്കാൻ നമ്പറൊന്നുമില്ല, വിളിക്കാൻ പറ്റുമൊന്നുമില്ല. അതൊക്കെ വേറെ മാതിരി ആൾക്കാരല്ലേ. നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ക്രാങ്ങൾ വന്നല്ലേ ഉള്ളൂ. നാല് വെച്ച് വരും പറയുന്നത്. അടുത്ത പടങ്ങൾ ഏതൊക്കെയായിരിക്കും? അത് ഒന്നും ഇങ്ങനെ പറയാറൊന്നായിട്ടില്ല, വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറയാറായിട്ടില്ലല്ലോ, വന്നിട്ടില്ല ഒന്നും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ല ഓപ്പർച്യൂണിറ്റി. താങ്ക് യു.